ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കമ്മിറ്റിയുടെ ശുപാർശകൾ സിനിമാ മേഖലയിലെ നവീകരണത്തിന് ഉതകുന്നതാകണം. ഒപ്പം വരും തലമുറയ്ക്ക് നിർഭയമായി പ്രവർത്തിക്കാനും ഇത് പ്രയോജനപ്പെടും. ജനപ്രതിനിധി എന്ന നിലയിൽ റിപ്പോർട്ടിനെക്കുറിച്ച് പഠിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാനിരിക്കെ വീണ്ടും തടസ്സം നേരിട്ടിരുന്നു. നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് റിപ്പോർട്ട് പുറത്തുവിടുന്ന തീയതി സർക്കാർ നീട്ടിവെച്ചത്. ഹേമ കമ്മിറ്റിക്ക് താൻ മൊഴി നൽകിയിരുന്നുവെന്നും അത് എപ്രകാരമാണ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നതെന്ന് അറിയാനുള്ള അവകാശം തനിക്കുണ്ടെന്നും രഞ്ജിനി പറഞ്ഞിരുന്നു. റിപ്പോർട്ടിലൂടെ തന്റെ മൊഴിപ്പകർപ്പ് കണ്ട് ബോധ്യപ്പെട്ടതിനു ശേഷം റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാം എന്നായിരുന്നു രഞ്ജിനിയുടെ ആവശ്യം. ഹർജിയിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കും. ഇതിനുശേഷമായിരിക്കും റിപ്പോർട്ട് പുറത്തുവിടുന്ന പുതിയ തീയതിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. നേരത്തെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സ്റ്റേ ഉണ്ടായിരുന്നു. ഹർജിയിൽ വാദം പൂർത്തിയായ ശേഷം സജിമോന്റെ വാദം തള്ളിയതിനെ തുടർന്നാണ് സ്റ്റേ നീങ്ങുകയും റിപ്പോർട്ട് പുറത്തുവിടുന്നതിലേക്ക് വീണ്ടും എത്തുകയും ചെയ്തത്. എന്നാൽ ഇതോടെയായിരുന്നു നടി രഞ്ജിനിയുടെ നീക്കം. തമിഴ്നാട് BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ ഫെലോഷിപ്പോടെ ലണ്ടനിൽ പഠിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ നടി ഖുശ്ബുവിനെ ഈ പദവിയിലേക്ക് നിയമിച്ചേക്കുമെന്ന സൂചന. BJP ദേശീയ നിർവാഹക സമിതി അംഗമായ ഖുശ്ബു കഴിഞ്ഞ ദിവസം ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ചതുപോലും ഇത് മുന്നിൽ കണ്ടാണെന്നാണ് കരുതുന്നത്. എന്നാൽ വിഷയത്തിൽ ഖുശ്ബു പ്രതികരിച്ചിട്ടില്ല. പാർട്ടിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനാണ് വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ചതെന്നാണ് അറിയിച്ചിരുന്നത്. കമ്മീഷനിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിനാൽ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാനായിട്ടില്ലെന്നും ഇപ്പോൾ സ്വതന്ത്രയാണെന്നുമായിരുന്നു ഖുശ്ബു വ്യക്തമാക്കിയത്. 2023 ഫെബ്രുവരി 27-നാണ് ഖുശ്ബു ദേശീയ വനിതാ കമ്മീഷൻ അംഗമാകുന്നത്. അണ്ണാമലൈ ഈ മാസം 28-നാണ് ലണ്ടനിലേക്ക് തിരിക്കുന്നത്. അതേസമയം അധ്യക്ഷ പദവിയിലേക്കുള്ള ഖുശ്ബുവിന്റെ നീക്കത്തിൽ പാർട്ടിയിലെ ഒരു വിഭാഗം അതൃപ്തരാണ്. പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന വാനതി ശ്രീനിവാസനെയും വിജയധാരണിയെയും പോലുള്ള വനിതാ നേതാക്കൾ ഉള്ളപ്പോൾ ഖുശ്ബുവിന് അധ്യക്ഷ പദവി നൽകുന്നത് എന്തിനാണെന്നാണ് അവരുടെ ചോദ്യം. ഖുശ്ബു 2010-ലാണ് DMK-യിലൂടെ രാഷ്ട്രീയത്തിലെത്തുന്നത്. പിന്നീട് 2014-ൽ കോൺഗ്രസിൽ ചേർന്നു. 6 വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ച ശേഷം 2020 അവസാനത്തോടെയാണ് BJP-യിലെത്തുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000 ലൈറ്റ്സ് മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. അതിനുശേഷമാണ് ദേശീയ നിർവാഹക സമിതി അംഗമാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചുവെങ്കിലും സീറ്റ് അനുവദിച്ചില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി പ്രവർത്തനങ്ങളിൽ ഖുശ്ബു അത്ര സജീവമായിരുന്നില്ല. പദവിക്കായി BJP നേതൃത്വത്തോട് വില പേശിയിട്ടില്ലെന്ന് ഖുശ്ബു വ്യക്തമാക്കി. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഖുശ്ബുവിന്റെ പ്രതികരണം. തന്റെ തിരിച്ചുവരവിൽ DMK അസ്വസ്ഥരാണെന്നും അതിന്റെ പേരിൽ സൈബർ ആക്രമണം നടത്തുകയാണെന്നും ഖുശ്ബു ആരോപിച്ചു. ബുദ്ധിയും സൗന്ദര്യമുള്ള സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ വരുന്നത് DMK-ക്ക് പിടിക്കില്ലെന്നും ഖുശ്ബു പറഞ്ഞു. നടൻ വിജയ് ബുദ്ധിമാനായതിനാൽ രാഷ്ട്രീയത്തിൽ തന്റെ ഉപദേശത്തിന്റെ ആവശ്യമില്ല. വിജയുടെ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നത് സംബന്ധിച്ച് BJP നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും മറ്റൊരു ചോദ്യത്തിന് ഖുശ്ബു മറുപടി നൽകി.